ഹലോ ഫാമിലി, അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് വരുന്നതുകൊണ്ട് ഒരു സ്പെഷ്യൽ വ്ളോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, മിനി വ്ളോഗാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വ്ളോഗ് നമ്മുടെ AG വ്ളോഗ്സിലും എൻ്റെ ചാനലിലൊക്കെ വൈകാതെ വരുന്നതായിരിക്കും. കുറേ സ്ട്രെസ്ഡ് ആയിരിക്കുമ്പം ഞാൻ മുമ്പും പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ ഫാമിലി ഒന്നിലേ നമ്മൾ കെട്ടിപ്പിടിച്ച് കരയും, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ടാറ്റ പോകും. അങ്ങനെ കൊടൈക്കനാലുള്ള ഹോബിറ്റൺ, ദി വൺ ആൻഡ് ഓൺലി ഹോബിറ്റ് വില്ലേജ് ഇൻ ഇന്ത്യ, അവിടെ വന്നതിൻ്റെ ഒരു മിനി വ്ളോഗാണിത്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ പോയിട്ടുള്ളതിനകത്ത് വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആദ്യമേ തന്നെ ഞാൻ കാണിക്കുന്നത്. എന്നിട്ട് ഞാൻ ഒന്നൊന്നായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നല്ല സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സെമൈ വിൻറ്റേജ് തീമിലൊക്കെയുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. റൂമാണെങ്കിലും നല്ല ഭംഗിയുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അത്യാവശ്യം എല്ലാ ആമ്യൂണിറ്റീസും ഉള്ളൊരു റൂം തന്നെയായിരുന്നു. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പാറ്റിയോ സ്പേസ് ഉണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, ലോർഡ് ഓഫ് ദി റിങ്സ് അല്ലെങ്കിൽ ദ ഹോബിറ്റ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഹോബിറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എൻറ്റയർ സ്പേസ് ഇവർ ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. ഹോബിറ്റ്സ് ഫിക്ഷണൽ ആയിട്ടുള്ള കുഞ്ഞു മിത്തിക്കൽ ക്രീച്ചേഴ്സാണ്. അവരിങ്ങനെ അണ്ടർഗ്രൗണ്ടിൽ താമസിക്കുന്ന ജീവികളാണെന്നാണ് പറയുക. അപ്പം ഭയങ്കര ഒരു അത്ഭുതം തോന്നിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. ആൻഡ് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് നേരെ അവിടുത്തെ ആക്ടിവിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ഇവിടെ വൺ ആഫ്റ്റർ ദി അതർ ആയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഷൂട്ടിംഗ്. ഈ കാണുന്നതാണ് ടോണിയും നിക്കിതയുമാണ് നമ്മുടെ ഹോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇവരെ പോലെ വേണം, ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. ആൻഡ് പട്ടുകുട്ടികളുണ്ട് നമ്മളെ രാത്രി ടേക്ക് കെയർ ചെയ്യാൻ. നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഷൂട്ടിങ്ങും ക്യാമ്പ് ഫയറും ഒക്കെ ആയിട്ട് തീർത്തു. അടുത്ത ദിവസം രാവിലെ എണീറ്റിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു രാവിലെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ആൻഡ് അവിടെ ചെന്നിട്ട് ഞാൻ ഷൂസ് അയക്കുന്നത് ആ ദിവസമായിരുന്നു, അടുത്ത ദിവസം രാവിലെ ആയിരുന്നു. എൻ്റെ കാലിൽ ലിറ്ററലി മരവിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ ഓർക്കണം, ഞങ്ങൾ ഓഫ് സീസണിൻ്റെ ടൈമിലാണ് പോയത്. എന്നിട്ടും അത്ര തണുപ്പെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല സീസണിൽ എന്തായിരിക്കും ചെയ്യുന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ രാവിലെ തന്നെ കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയായിരുന്നെങ്കിലും എത്തിയപ്പോഴത്തേക്ക് ഈവനിങ് ആയതുകൊണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് വൈകിട്ട് ഷൂട്ടിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു ക്യാമ്പ് ഫയറൊക്കെ ചെയ്ത് കഴിച്ച് അങ്ങനെ കിടക്കുകയായിരുന്നു ചെയ്തത്. പക്ഷെ അടുത്ത ദിവസം രാവിലെ തന്നെ ടോണി നിക്കി ഞങ്ങളെ കൊണ്ടായത് ഇങ്ങനത്തെ ഒരു കിടിലൻ സ്ഥലത്തേക്കാണ്, ഒരു ചെക്ക് ഡാമിലേക്കാണ്. നമ്മളവിടെ ഏകദേശം ഒരു 10-45 മിനിറ്റ് ആ കല്ലിൽ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. ബിക്കോസ് നമ്മൾ ലിറ്ററലി ഈ സ്പോർട്സ് സ്റ്റാർസ് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, ഐസ് ഇട്ടിട്ടുള്ള വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന പോലെയായിരുന്നു. ഫ്രീസറിൽ കുപ്പിയിൽ, ഞാൻ അടുത്ത് പറയായിരുന്നു, ഫ്രീസറിൻ്റെ കുപ്പിയിൽ ഐസ് ആയി കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഒലിച്ച് വരുന്ന വെള്ളം കാണില്ലേ, അത് അത്രയും ഉണ്ടായിരുന്നു മക്കളെ തണുപ്പ്. ആൻഡ് ഞാനും പാപ്പും സംഭവം മാനേജ് ടു ഗെറ്റ് ഇൻ ടു ഇറ്റ്. പക്ഷേ ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ ആകെ ചുമന്നിരിക്കുകയായിരുന്നു. ബട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് പോലെ കണ്ടു. അത് പേടിയായതുകൊണ്ട് ഇറങ്ങിയില്ല ഞങ്ങളെ പോലെ. ഞാൻ തണുപ്പ് കുറച്ച് എക്സ്ട്രീം തണുപ്പാണ്, അപ്പൊ അതുകൊണ്ട് എനിക്ക് സ്കിൽസ് ഒന്നുമില്ല. ഞാനാണല്ലോ ഇവരുടെ സേഫ് ഗാർഡ് ചെയ്യുന്ന ആള്. പിന്നെ ഇവരെ കാര്യം നോക്കും. ഓ മൈ ഗോഡ്, ഞാൻ എന്റെ ത്യജിച്ചു, അല്ലാതെ കിടുങ്ങി അല്ലേ, അതുകൊണ്ടല്ല, വിറച്ചോണ്ടല്ല. അമ്മേ, പിന്നെ കൊടൈക്കനാൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ഇങ്ങനത്തെ ക്യാരറ്റ് റാഡിഷ് പോലത്തെയൊക്കെ സംഭവം പോയിട്ട് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ട്രിപ്പ് വെറുതെ ആയി പോകും, അറിയാമല്ലോ. ആൻഡ് ഇത് ഞാൻ മുമ്പൊരു വീഡിയോ ഒരു റീല് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീട് ഫുൾ ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പി വെച്ചിട്ടാണ്. പ്ലാസ്റ്റിക് കുപ്പിയും സിമെൻറ്റും ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു എന്താ പറയുക, ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു അവർ ആ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ആൻഡ് സി, ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് അത് അങ്ങനെ തന്നെയാണ് ഫുള്ള് ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കാൻ അവർ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ഹോളും കൂടി ഇട്ടുണ്ട്. അപ്പോൾ നമുക്കത് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും, യെസ്, തള്ളിയതല്ലാന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ നിക്കിതയും ടോണിയും കൂടെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഒന്നൊന്നായിട്ട് കൊണ്ടുപോയി. നമ്മൾ അവിടെ വെറുതെ നടക്കുമ്പോഴും ഇങ്ങനെ കുതിരനൊക്കെ കാണാൻ പറ്റും, വഴിയിലൊക്കെ കാണാൻ പറ്റും. ആൻഡ് പിന്നെ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് വലിച്ചു വാരി തിന്നു. ഇതൊക്കെ എന്തോ ടൈപ്പ് തക്കാളിയാണ്. കടിക്കുമ്പോൾ ഭയങ്കര കട്ടിയായിരുന്നു, പക്ഷെ ഒരു ഇച്ചിരി പുളിയും മധുരമൊക്കെ ഉള്ള ടൈപ്പ് ഒരു വെറൈറ്റി തക്കാളിയായിരുന്നു. എന്തോ തക്കാളി എന്നാണ് ഇങ്ങനെ പറയുന്നത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പം അതൊക്കെ നമ്മൾ ട്രൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവർ നമ്മളെ കൊണ്ടുപോയത് ഷീപ്പ് ഫാമിലേക്കായിരുന്നു. ഷീപ്പ് ഫാം എന്ന് പറയുന്നത് അവർ നമ്മളവിടെ പോയി ടിക്കറ്റൊക്കെ എടുത്ത് ഒരു കറക്റ്റ് ഒരു സമയമാകുമ്പോഴത്തേക്ക് അവർക്കൊരു സിഗ്നൽ കൊടുക്കും. ആ സിഗ്നൽ ടൈം ആകുമ്പം ഒരുപാട് ഹേർഡ്സ് ഓഫ് ഷീപ്പ് ഇങ്ങനെ വന്ന് ഇടിച്ച് കയറി അങ്ങ് പോകും നമ്മുടെ ഇടയിൽ കൂടെ. അതൊക്കെ ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇവരുടെ ഫുഡിൻ്റെ ടൈമാണ്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ ഇടിച്ച് പാഞ്ഞ് കയറിങ്ങോട്ട് വരും. ആ സമയത്ത് നമ്മളതിനെ തൊടുക, അതാണ് പരിപാടി കേട്ടോ. എല്ലാം വന്നിങ്ങനെ നേരെ നിരയായിട്ട് നിൽക്കുന്നുണ്ട്.
ശരിക്കും ഇതുപോലെ നമ്മൾ മലയുടെ അപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കൂട്ടങ്ങളായിട്ട് ഇങ്ങനെ വരും. ഇപ്പോൾ വൺ ആഫ്റ്റർ ദി അതർ ആയിട്ടാണ് ഇങ്ങനെ വരിക. എന്നിട്ട് ഇതാ നമ്മുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകും. നല്ല രസമുള്ള പരിപാടിയാട്ടോ ഇതൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ അങ്ങോട്ടേക്ക് വന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ തണുപ്പത്ത് പോയിട്ട് ഹൂ എന്ന് പറഞ്ഞു പോകുമ്പോൾ പുക വരുന്നത് കാണാൻ. അപ്പം ഞാനിങ്ങനെ അമ്മേനെയും പാപ്പൂനെയൊക്കെ മാറി മാറി വിളിച്ചിട്ട് ഇങ്ങനെ പുക പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തണുപ്പത്ത്. അത് എൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഞാനത് എല്ലാവരെയും കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് എനിക്ക് കുറച്ചുകൂടി എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കി. അപ്പോൾ സെക്കൻഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഓഫ് സീസണിൽ പോയിട്ട് ഇത്ര തണുപ്പുണ്ടാവുക എന്ന് പറയുന്നതായിരുന്നു ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കണ്ടൊരു കാര്യം. കാരണം എല്ലാവരും എല്ലാ സ്ഥലങ്ങളിലെയും ഓഫ് സീസണായിട്ടാണ് നമുക്കറിയുള്ളൂ. പക്ഷേ ഇവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഫോണിൻ്റെ കേസിൽ നമുക്ക് ജിയോ സിമ്മിനാണ് കേട്ടോ അവിടെ റേഞ്ച് ഉള്ളത്. ഞാൻ ഈ എൻറ്റയർ ട്രിപ്പിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽ വ്ളോഗ് AG വ്ളോഗ്സിലൂടെയും എൻ്റെ വ്ളോഗിലൂടെയൊക്കെ ഞാൻ കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റും. ഞാൻ ഇത് ഓടിച്ചിട്ടൊരു മിനി വ്ളോഗ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് വാസ് ദിസ്. ഞാൻ സിനിമകളിലും ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ ഈ ക്യാമ്പ് ഫയറിൽ ഇരുന്നുകൊണ്ട് ഓപ്പണായിട്ട് അണ്ടർ ദ സ്കൈയിൽ ഇതുവരെ ഒരു മൂവി കാണലും പരിപാടിയും ചെയ്തിട്ടില്ല. ഇത് ടോണിയുടെയും നിക്കിതയുടെയും ബേബി ആട്ടോ. വാവ നമ്മുടെ കൂടെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. മൂവി അണ്ടർ ദ സ്റ്റാർസ് ദ സ്കൈ കണ്ടിട്ടാ വിത്ത് ബാർബിക്യൂ ആൻഡ് ക്യാമ്പ് ഫയർ. നല്ല തണുപ്പും സിനിമയും മോളെ നക്ഷത്രങ്ങളും. ഓൾസോ നിങ്ങൾ ഓർക്കണം, ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത് ഇവരുടെ ഓഫ് സീസൺ ടൈമിലാണ്. എന്നിട്ടാണ് ഈ കാണുന്ന എല്ലാ ഇതുകളും. പക്ഷെ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇങ്ങനൊരു വട്ടുണ്ട് തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഈ പുക കാണുന്നത് ആണ് എനിക്ക് തോന്നുന്നു എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യുന്ന കാര്യം. അങ്ങനെ ഞങ്ങളെല്ലാവരും പോയി കിടന്നുറങ്ങി. ഇറ്റ് വാസ് എ ഗ്രേറ്റ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഫാമിലി. ഇന്ന് എന്തൊരു പുകയറിയോ ഉണ്ടോ? രാവിലെ തന്നെ കാണാം. പുക എന്ന് വെച്ചാൽ എൻ്റെ ലാംഗ്വേജിലാണ്. എൻ്റെ ഉള്ളിലെ സൈക്കോനെ നിങ്ങൾ തിരിച്ചറിഞ്ഞു അല്ലേ? അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേൾഡ് ഫേമസ് ആയിട്ടുള്ള പൂണ്ടിരാജനൊക്കെ കാണാൻ പറ്റി കേട്ടോ. അതൊക്കെ ഒരു ഭീകര എക്സ്പീരിയൻസ് ആയിരുന്നു. അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് AG വ്ളോഗ്സിലും എൻ്റെ ചാനലിലും ഒക്കെ വരുന്നതായിരിക്കും. അപ്പം അതൊന്നും ആ വീഡിയോ ഒന്നും മിസ് ചെയ്യേണ്ട. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് ഒരിച്ചിരി ദൂരം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര വേർത്തായിട്ട് ഫീൽ ചെയ്തൊരു ട്രിപ്പായിരുന്നു ഇത്. അവർ പറയുന്ന പോലെ ഡിസ്കണക്ട് ടു റീകണക്ട്. നമ്മൾ ഇങ്ങനത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് മുമ്പോട്ട് പോകുമ്പം അതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ബ്രേക്ക് എടുത്തേ പറ്റൂ. ആൻഡ് ഇതിന് ഏറ്റവും വലിയ താങ്ക്സ് ഞങ്ങളുടെ ഓരോരുത്തരെയും ഭാഗത്ത് നിന്ന് പറയേണ്ട ഇവരോടാണ്. നിക്കിത, ടോണി ആൻഡ് ദ ലിൽ മഞ്ച്കിൻ. ഒരു മടിയില്ലാതെ ഞങ്ങൾ എല്ലാ സ്ഥലത്തും കൊണ്ട് ഹാപ്പി ആയിട്ട് ഞങ്ങൾ പറഞ്ഞു വിട്ടേന്. ഇനിയും ഞങ്ങൾ വരോട്ട് നിങ്ങളെ ശല്യപ്പെടുത്താൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഹോബിറ്റിലുള്ള പരിപാടി ഞങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇത്രയും ആക്ച്വലി എക്സ്പെക്റ്റ് ചെയ്തില്ല. ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോഴും അല്ലേ, ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോഴും നമ്മൾ ഇത്രയും അങ്ങോട്ട് എക്സ്പെക്റ്റ് ചെയ്തില്ല. ബിയോണ്ട് എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. ഓഫ് സീസണിലാണ് വന്നത്, എന്നിട്ട് പോലും എല്ലാ സംഭവങ്ങളും അടിപൊളിയായിട്ട് കിട്ടി. അപ്പോൾ എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. സ്പെഷ്യലി ഹോബിറ്റോൺ എക്സ്ക്ലൂസീവ്സ് എന്ന് പറയുന്നത് മറ്റേ അണ്ടർ ദ സ്റ്റാർസ് ലേറ്റ് നൈറ്റ് മൂവി വാച്ചിങ് പരിപാടി. സ്റ്റേ ഓവറോൾ അടിപൊളിയാണ്. സത്യം. അപ്പം എന്തായാലും ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. സെൻട്രൽ വി ഓൾ സീ യു നെക്സ്റ്റ് ടൈം. ഇറ്റ്സ് ആമി സൈനിങ് ഓഫ് ഫ്രോം ആമീസ് വേൾഡ്. ഹോബിറ്റോൺ ആക്ച്വലി.